അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഇപ്പോൾ സമസ്തയുടെ മുശാവറ മീറ്റിങ്ങിലെ പല കാര്യങ്ങളും ചാനലുകളിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവർക്കും സമസ്തയെ വേട്ടയാടുന്ന ഒരു രീതിയാണുള്ളത്. സമസ്തയെ വേട്ടയാടാൻ ഒരാൾക്കും ഒരിക്കലും സാധ്യമല്ല എന്ന് ആമുഖമായി തന്നെ പറയട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇപ്പോഴത്തെ എന്നല്ല എക്കാലത്തെയും അവസ്ഥ അത് എന്നും അജയ്യം തന്നെയാണ്. പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടും സഹിച്ചും ക്ഷമിച്ചും പൊറുത്തും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമാണ് ഇന്ന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് മഹാനായ ഷെയ്ഖുന സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിനെ മുന്നോട്ട് നയിക്കുന്നു. ഷെയ്ഖുന സയ്യിദുൽ ഉലമ എന്നും സമസ്തയുടെ അജയ്യമായിട്ട് ജ്വലിച്ചു നിൽക്കുന്ന ഷെയ്ഖുന ശംസുൽ ഉലമയുടെ മുത്താണ്. അത് ആർക്കും സഹിക്കാനും പൊറുക്കാനും കഴിയില്ലെങ്കിൽ അവരോടൊന്നും പറയാനില്ല. ഷെയ്ഖുനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നയിക്കാൻ വേണ്ടി സയ്യിദുൽ ഉലമക്ക് ആശീർവാദങ്ങൾ നൽകിയത്. അത് എക്കാലത്തും ജോജല്യമായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാഷ്ട്രീയ രംഗത്തായാലും എല്ലാ പാർട്ടികൾക്കും ആവശ്യം സയ്യിദുൽ ഉലമയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃസ്ഥാനത്ത് തീജ്വാലയായി എന്നും അത് ഉയർന്നു നിൽക്കുകയാണ്. തീജ്വാല എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട. അതിനെ ശാന്തമായി കൊണ്ടുപോകാനും എന്നാൽ ഇസ്ലാമിൻ്റെ അഭിനവ ശക്തികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ജ്വാലയായിട്ടും അത് മാറാറുണ്ട്. അതാണ് സയ്യിദുൽ ഉലമ. അതാണ് സമസ്തയുടെ ആദർശം. അത് തന്നെയാണല്ലോ വഹാബിസത്തെയും അതുപോലെ എല്ലാ ഇസ്ലാമിക വിരുദ്ധ ഇസങ്ങളെയും ഒക്കെ അതിൻ്റെ തനതായ ശൈലിയിൽ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുകയാണ്. എന്നാൽ പലർക്കും ഇന്ന് അത് അകത്തും പുറത്തും ഒക്കെ പലരും തെളിഞ്ഞ് ആക്രമിക്കുകയാണ്. സയ്യിദുൽ ഉലമയെ പല ചാനലുകളുടെ മുമ്പിലും പലരും കാര്യങ്ങൾ മുശാവറയിൽ നടന്ന കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടി ഫോൺ കോളുകൾ ഫോൺ സന്ദേശങ്ങളൊക്കെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ കോൾ സന്ദേശം എന്താണ്? സയ്യിദുൽ ഉലമ മുശാവറയിൽ നിന്ന് ഇറങ്ങിപ്പോന്നോ ഇല്ലേ എന്ന് അത് പുറത്തു വന്ന സ്ഥിതിക്ക് സ്ഥിരീകരിക്കേണ്ടത് അത് സയ്യിദുൽ ഉലമയാണെന്നാണ്, അഥവാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്നാണ് ചിലരുടെയൊക്കെ ഭാഷ്യം. അതാണ് ഫോൺ സന്ദേശം പല ചാനലുകൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്താ മുശാവറയിലെ കാര്യങ്ങൾ സയ്യിദുൽ ഉലമ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവിടെ മൂത്രമൊഴിക്കാൻ പോയോ അതല്ലെങ്കിൽ ബാത്റൂമിൽ പോയോ? സമസ്തയുടെ മുഴുവൻ നയങ്ങളും അവിടെ പ്രഖ്യാപിച്ചതിന് ശേഷമാണല്ലോ സയ്യിദുൽ ഉലമ തൻ്റെ ആവശ്യങ്ങൾക്ക് പോയത്, പത്രക്കാരെ മുഴുവനും കണ്ടതിന് ശേഷം. പിന്നെ അവിടെ എന്തിനാണ് പുറത്തു പോകുന്നത്? ഭക്ഷണം കഴിക്കാനാണോ മറ്റുള്ളതിനാണോ എന്ന് തുറന്നു കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അത് ചാനലുകളുടെ മുമ്പിൽ ആരാണോ ഒറ്റ കൊടുത്തത്, എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് എങ്കിൽ അത് തിരുത്തേണ്ടത് അവരുടെ ബാധ്യതയാണ്. സമസ്തയുടെ ഏതെല്ലാം കാര്യങ്ങൾ റിലീസിന് നൽകണമെന്നുള്ള കാര്യങ്ങൾ മുഴുവനും സയ്യിദുൽ ഉലമ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് മുശാവറ കഴിഞ്ഞുകൊണ്ട് സയ്യിദുൽ ഉലമ പുറത്തേക്ക് പോയത്. അതിൽ യാതൊരു സംശയമില്ലല്ലോ, ആർക്കും തർക്കവുമില്ലല്ലോ. പലരും മുശാവറയിൽ നടന്ന മുഴുവനും കാര്യങ്ങളും അത് പത്രത്തിന് മുഴുവൻ കൊടുക്കാനുള്ളതാണ്. ഏതെങ്കിലും കാലത്ത് മുശാവറയിൽ നടന്ന ചർച്ചകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ പത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലേക്കോ നൽകാറുണ്ടോ? ഒരിക്കലും നൽകാറില്ല. അതുകൊണ്ട് തന്നെ
എക്കാലത്തും സയ്യിദുലമയെ വേട്ടയാടാൻ അകത്തും പുറത്തും തെളിഞ്ഞു നിൽക്കുന്നവർ അവർക്ക് പരാജയമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വാക്കുകളിലൂടെ. അവരാരും ഒരിക്കലും വിജയിച്ചിട്ടില്ല. സയ്യിദുലമ എന്നല്ല, സമസ്തയെ ആക്രമിക്കാൻ വന്നവർ ആരും തന്നെ ഇന്ന് വിജയിച്ചിട്ടില്ല. വിജയിച്ച ചരിത്രവും ഇല്ല, ഇനി വിജയിക്കുകയുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.